കമ്പാഷനേറ്റ് ലൈഫ് എന്ന് പറഞ്ഞ അവരുടെ പുസ്തകമുണ്ട്. കരുണാപൂർവമുള്ള ജീവിതത്തിലേക്കുള്ള 12 ചുവടുകൾ. അതിലാണ് അദ്ദേഹം അവർ പറയുന്നത്. അവർ പറയാണ്, അവരെന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവരതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. വൃദ്ധയായ ഒരു സ്ത്രീയാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്നും വെളിച്ചമായി മാറിയ വാക്കാണത് എന്ന് പറയുന്നത്. ഇതാ പുസ്തകത്തിൽ അവർ വേഴ്സ്വർത്തിന്റെ ഒരു കവിത കൊടുക്കുന്നത് ഇങ്ങനെയാണ്: There are in our existence spots of time that with distinct pre-eminence retain. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പറ്റും മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹത്തിന്റെ, കരുണയുടെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് ഓർമ്മയുടെ ഒരു ഇന്ധനമായി മാറാൻ എന്ന്. അപ്പൊ മൂല്യങ്ങളെ ഇങ്ങനെ തിരിച്ചു പിടിക്കാനാണ് ഈ ഓർമ്മകൾ നമുക്ക് പ്രേരണയാകേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് മനുഷ്യരിങ്ങനെ വളരെ റിലീജിയസ് ആണ് ആളുകൾ. എവിടെ നോക്കിയുള്ളൂ അടയാളങ്ങളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ കുറഞ്ഞു പോകുന്നത് സ്പിരിച്വാലിറ്റിയാണ്. ആളുകൾ വല്ലാതെ റിലീജിയസ് ആവുന്നു, അതിന്റെ അടയാളങ്ങളൊക്കെ വളരെ വ്യാപകമാണ്, തീർത്ഥാടനങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല, പക്ഷെ ഈ വാല്യൂസ് ആണ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഹൈന്ദവ വീടുകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അത്താഴ പട്ടിണിക്കാരുണ്ടോ, അത്താഴ പ്രശ്നിക്കാരുണ്ടോ. നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയാണത്, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന സന്ധ്യാനേരത്തെ ആ വിളി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും കഴിയില്ല. നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. അതാണ് അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്നുള്ള വിളി. നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. മനുഷ്യന് കൊടുത്ത വിലയിരുന്നത്. ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഉണ്ടോ അത്, ആ ഒരു രീതി ഇപ്പൊ വീടുകളിൽ ഉണ്ടോ? ഞാൻ ചോദിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഇപ്പൊ അതില്ല, കേൾക്കാറില്ല എന്നാണ് പറഞ്ഞത്. അടയാളങ്ങൾ പെരുകുകയാണ്. അത് ഏതൊരു മതത്തിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അടയാളങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ. അതിന്റെ വാല്യൂസ് ഇങ്ങനെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. നെഞ്ചത്താണോ കൈകെട്ടേണ്ടത് അതല്ല വയറ്റത്താണോ കൈകെട്ടേണ്ടത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാലത്ത് വ്യാപകമായി ചർച്ച ചെയ്യുന്നത് എവിടെയാണ് കൈവെക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ. അതിന്റെ പേരിലൊക്കെ ധാരാളം സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കൈവെക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിലേറെ ചർച്ച ചെയ്യേണ്ടത് കൈവെക്കുന്നത് എവിടെയാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്. അതിലെ വാല്യൂസിനെ കുറിച്ചും അതിന്റെ നന്മയെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ഖുർആനിന്റെ തത്വമാണ്. ഖുർആനിന്റെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ത്തിലാണ് പ്രവാചക തിരുമേനി അതിനെക്കുറിച്ച് സംസാരിച്ചത്. അത് കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അതിനുവേണ്ടി എഴുതുന്നവനെയും എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് സാക്ഷിയാകുന്നവനെ പോലും, കാരണം അവനും അതിലൊരു വിഹിതമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചൂഷണം ചെയ്യപ്പെടുന്ന സകലത്തിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലിശയടക്കമുള്ള എല്ലാം സമാധാനത്തിനുള്ള വഴി പറഞ്ഞെടുക്കുകയും ചെയ്തു. അസമാധാനം ഉണ്ടാക്കാൻ കാരണമാകുന്ന എന്താണോ അതൊക്കെ ഇല്ലാതാക്കി. ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടർന്നു പോയതിൽ ക്ഷമിക്കണം. ആ വാല്യൂസിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഒച്ചപ്പാടുകളല്ല വേണ്ടത്, വാല്യൂസാണ് വേണ്ടത്. മനുഷ്യനെ കരുണാപൂർവം കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. മനുഷ്യന് മാപ്പ് കൊടുക്കണം. അതല്ലേ നബി പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹംസ എന്ന് പറഞ്ഞൊരു സ്വഹാബിയില്ലേ, നമ്മൾ ആ പേര് കേട്ടാൽ അറിയാതെ പറഞ്ഞു പോകും. റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പഠിച്ചവൻ്റെ കരുണ ഉണ്ടാവട്ടെ, പ്രീതി ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണല്ലോ. ആണല്ലോ. ഹംസ എന്ന് കേട്ടാൽ അപ്പം പറയും പഠിച്ചവൻ്റെ പ്രീതി അദ്ദേഹത്തിൻ്റെ മേലുണ്ടാവട്ടെ. അദ്ദേഹത്തെ വധിച്ചതാരാ? വഹിഷി എന്ന് പറഞ്ഞ ഒരാളാ. വിഷം നിറച്ച അമ്പ് കൊണ്ടിങ്ങനെ വധിച്ചു കളഞ്ഞതാ ഉഹദ് എന്ന യുദ്ധത്തിൽ വെച്ചിട്ട്. ഈ ഹംസ എന്ന് പറഞ്ഞ നബി തിരുമേനിക്ക് അത്രയും വലിയ ആവേശമായിരുന്നു കേട്ടോ, വലങ്കയ്യായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ്. അദ്ദേഹം ഷഹീദായപ്പോൾ പറഞ്ഞത് സയ്യിദ് ഷുഹദാ എന്നാണ്. രക്തസാക്ഷിയല്ല, രക്തസാക്ഷികളുടെ നേതാവ് എന്നാണ് പറഞ്ഞത്. ധീരനായ ഹംസ എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെയാണ് വധിച്ചത്. ആര്? വഹിഷി. ഈ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അദ്ദേഹം ആരെയാണ് വധിച്ചത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ.
ഈ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടതെന്നറിയോ? റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മേൽ പടച്ചവന്റെ പ്രീതി ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല, വേറൊരാൾക്ക് വേണ്ടി ചെയ്തതാ. ആ ആളുടെ പേര് ഹിന്ദ് എന്ന സ്ത്രീയാ. ആ സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ വന്നിട്ടേ ഷഹീദായി കിടക്കുന്ന, രക്തസാക്ഷിയായി കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിങ്ങനെ കുത്തിക്കീറിയിട്ട് കരള് പുറത്തെടുത്ത് കടിച്ചു തുപ്പി എന്നാണ്. പകയുടെ ഏറ്റവും കഠിനമായ രൂപമാണ്. അവിടെയാണ് അവസാനിച്ചത് പക. അവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല, അവിടെ അവസാനിച്ചു. ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പടച്ചവൻ്റെ കരുണ, പടച്ചവൻ്റെ പ്രീതി അവരുടെ മേലുണ്ടാവട്ടെ. റളിയല്ലാഹു അൻഹ ആണല്ലോ. ഈ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ആവേശവും ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നാണ്. കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയ. ആ ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? അപ്പോഴും പറയേണ്ടത് അതാണ്, റളിയല്ലാഹു അൻഹു. ബാക്കി നിങ്ങളുടെ ആലോചനക്ക് വിടുകയാണ് ഞാൻ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയൊക്കെ പേരിലേ സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. കുടുംബത്തിൽ, കൂട്ടുകാരിൽ, സംഘങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ? മക്ക വിജയത്തിൻ്റെ ദിവസം നബി തിരുമേനി പറഞ്ഞതാണ്, അത്രയേറെ മർദ്ദിച്ച മനുഷ്യന്മാരാ അവരോട് പറഞ്ഞത്, സാരല്ലടാ നിങ്ങൾ പോയിക്കോളൂ. ഒറ്റ വാക്ക്, സാരല്ലടാ നിങ്ങൾ പോയിക്കോളൂ. ഇദ്ഹബൂ അൻതുമുത്തുലഖാ. സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ? ഒറ്റ മനുഷ്യനോടെങ്കിലും ഇന്ന് രാത്രി ഫോൺ ചെയ്തിട്ട് സാരല്ലടാ എന്ന് പറയുന്നതിൻ്റെ പേരാണ് പ്രവാചക സ്നേഹം. ആ അർത്ഥത്തിൽ നവീകരിക്കപ്പെടണം. മദീന മദീന എന്ന് നമ്മൾ പറയൂലേ? എന്താണ് മദീന? മദീന ഒരു നാടിൻ്റെ പേരായി നിൽക്കേണ്ടതല്ല. മദീന ഒരാശയമാണ്. നമ്മളിങ്ങനെ മദീനകളായിക്കൊണ്ടിരിക്കണം. ഒരു മനുഷ്യൻ്റെയെങ്കിലും ജീവിതത്തിൽ അഭയം, ആശ്രയം, തണൽ. ആരുമില്ലാത്തൊരു മനുഷ്യനെങ്കിലും നമ്മൾ ആരെങ്കിലും ആകലാണത്, അഭയമാകലാണത്. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ പുഞ്ചിരിയുടെ കാരണമായി നമ്മൾ മാറില്ല. അപ്പം നമ്മൾ ആരാകുമെന്നറിയോ? നമ്മൾ മദീനയാകും. മദീനകളാകുന്നവരെ കാത്തിരിക്കുകയാണ് അത്രയേറെ മനുഷ്യർ. പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നബിയുടെ തൊട്ടടുത്തൊന്നല്ല, നമ്മൾ കുറേ ബാക്കിലായിരിക്കും. നമ്മൾ നബിയുടെ പിന്നിലാണെന്നൊക്കെ പറയും, പക്ഷെ തൊട്ട് പിന്നിലൊന്നല്ല, കുറേ ബാക്കിലാണ് നമ്മൾ. പക്ഷെ എന്നാലും നമ്മൾ വേറെ ആരുടെയും പിന്നിലാകരുത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.